ഹലോ മൈ ഡിയർ ക്ലാസ് 7 ഫാമിലി മക്കളെ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾക്ക് നമ്മുടെ ചാപ്റ്ററുകൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ക്ലാസ് 7 ഒരു ബാച്ചിന്റെ ഫ്യൂച്ചറിന് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിലേക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സുകളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും ക്ലാസ് 7 രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനുശേഷം രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാർ ഞങ്ങൾ കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സാർ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കൾച്ചറൽ ചേഞ്ചസ് ഇൻ മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അതായത് ഡൈവേഴ്സിറ്റി ഇൻ റിലീജിയൻ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പറഞ്ഞ മതങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാടുണ്ട് അല്ലേ. ആ മതങ്ങളുടെ ഡൈവേഴ്സിറ്റിനെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നുണ്ടാവും. അതാണ് ഒന്നാമത്തെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൾച്ചറിലുള്ള വൈരുദ്ധ്യങ്ങൾ, അതായത് സൗത്ത് ഭാഗത്ത് നമുക്കറിയാം ഇന്ത്യയിലുള്ള ദക്ഷിണ ഭാഗത്ത്, അതായത് അടിഭാഗത്തേക്ക്, താഴെ ഭാഗത്തേക്ക്, തെക്കു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംസ്കാരം ഉണ്ട് അല്ലേ. ആ സംസ്കാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉള്ളത്, നോർത്തിലുള്ളത്, വടക്കൻ ഭാഗങ്ങളിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് തമ്മിലൊക്കെ ഇത്രത്തോളം വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം ഒന്നാണ്, വി ആർ ഇന്ത്യൻസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഡൈവേഴ്സിറ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. ഇത് ഇന്നത്തെ കാലം മാത്രമല്ല, പഴയ മിഡീവൽ ഇന്ത്യൻ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതിനുശേഷം ഇന്ററാക്ഷൻ എമംഗ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, 1, 2, 3 കമ്മ്യൂണിറ്റീസ് മാത്രമല്ല, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് 1, 1-ലധികമോ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിനെ നമ്മൾ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കും. ആ കമ്മ്യൂണിറ്റി തന്നെ എന്തുണ്ടാവും, റിലീജിയന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഗ്രോത്ത് ഓഫ് എ കോമ്പോസിറ്റ് കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരേ കൾച്ചർ തന്നെ ചിലപ്പോൾ ഡിഫറെന്റ് ഏരിയകളിൽ ഒരേപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തമിഴ്നാട്ടിൽ മുണ്ടുടുക്കുന്നവരുണ്ടാവും, കേരളത്തിൽ മുണ്ടുടുക്കുന്നവരുണ്ട്. ഇതേപോലെ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും സാരി ഉടുക്കുന്ന ചേച്ചിമാരെ നമുക്ക് കാണാൻ പറ്റും. ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം എവിടെയൊക്കെയോ നമ്മുടെ സംസ്കാരങ്ങൾ തമ്മിൽ എന്തുണ്ട്, ഒരു സിമിലാരിറ്റിയോ ഒരു കോമ്പോസിറ്റ് നേച്ചറോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ കല്യാണങ്ങളിൽ കാണാൻ നമുക്ക് ആ ഒരു സിമിലാരിറ്റീസ് അല്ലെ, അതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ കാണുന്നത് ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റിനെ പറ്റിയ, ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിനെ പറ്റി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കും. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവർ നമ്മളോട് തരുന്ന കുറെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇക്വാലിറ്റി ആൻഡ് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഓപ്പോസിഷൻ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓഫ് റിച്വൽസ്, ഈ പറഞ്ഞ ഭക്തി മൂവ്മെന്റ് എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഈ പറഞ്ഞ ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ റിച്വൽസിനെതിരെയും ആചാരങ്ങൾക്കെതിരെയൊക്കെ പോരാടിയിരുന്ന ഭക്തി മൂവ്മെന്റിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഭക്തി മൂവ്മെന്റ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ ഭക്തി മൂവ്മെന്റിലുള്ള സെയിന്റുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തത്വചിന്തകർ ആരൊക്കെയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, സന്യാസിമാർ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. കബീറിനെയും ഗുരുനാനാക്കിനെയും അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ടും മീരാബായിനെ പറ്റിയിട്ടും ദെയർ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സമൂഹത്തിൽ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം എന്താണെന്നും ഭക്തി പ്രസ്ഥാനത്തിന്റെ സെയിന്റുകൾ ആരൊക്കെയാണോ, അതിനെ പ്രൊമോട്ട് ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഓരോ ഭാഗങ്ങളിൽ കേട്ടോ. ഇപ്പൊ ഗുരുനാനാക്കൊക്കെ പഞ്ചാബ് റീജിയനിലൊക്കെ ആണെങ്കിൽ ഓരോ ഭാഗങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ ഈ എഴുത്തച്ഛനാണ് കേരളത്തിലൊക്കെ നമുക്ക് ഭക്തി പ്രസ്ഥാനത്തിന്റെയൊക്കെ ഒരു നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത്. അപ്പം ഓരോ റീജിയനിൽ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം സൂഫി മൂവ്മെന്റ്, ഭക്തി മൂവ്മെന്റിന് ശേഷം ഈ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും എക്സാമിന് കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ സൂഫി മൂവ്മെന്റ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മീനിങ് ഓഫ് സൂഫിസം അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ ഭക്തി എന്താണെന്ന് പറഞ്ഞ പോലെ തന്നെ സൂഫിസം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ലവ്,
പീസ്, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്നേഹമുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സിംപ്ലിസിറ്റി ഇൻ ലൈഫ്, അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സിമ്പിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഹാർമോണി എമംഗ് ഡിഫറെന്റ് റിലീജിയൻസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ഹാർമോണിയൽ ആയിട്ടുള്ള ജീവിതത്തിനെ പറ്റിയിട്ട്. അതായത് ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ മതങ്ങളും എങ്ങനെയാണ് ഒന്നിച്ച് മുന്നോട്ട് പോവുക അതിനെ പറ്റിയിട്ടുള്ള ആശയങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ആര് പറയുന്നത്, സൂഫി മൂവ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷം സൂഫി സെയിൻസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്തി സെയിൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ സൂഫി സെയിൻസിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്വാജ മൊയിനുദ്ദീൻ ക്രിസ്തി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ നമുക്ക് കാണാൻ പറ്റും. ചിഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ കാണാൻ പറ്റും. ചിഷ്ടി ട്രഡീഷനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. ചിഷ്ടി എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ഇതാട്ടോ, അല്ലെങ്കിൽ ഒരു റിലീജിയൻ, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ചിഷ്ടി ട്രഡീഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഗാൻക്വാസ് അഥവാ സൂഫി സെന്ററുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. സർവീസസ് ടു ദ പൂവർ, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സൂഫിമാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സൂഫി സെയിൻസ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് സൂഫി സാഹിത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ സൂഫി സാഹിത്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, അതായത് പ്രാദേശികമായിട്ടുണ്ടായി വരുന്ന ഭാഷകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന രീതിയിലാണ് സൂഫി ലിറ്ററേച്ചർ അഥവാ ഈ പറഞ്ഞിട്ടുള്ള സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് കാണുന്നത്. സൂഫി ലിറ്ററേച്ചർ മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് മിഡീവൽ ഇന്ത്യയിൽ സാഹിത്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതെങ്ങനെയാണ് പതുക്കെ കൂടി വന്നത്, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എഴുത്തുകളിലായിക്കോട്ടെ, ഈ പറഞ്ഞ സംസാരങ്ങളിലായിക്കോട്ടെ, ചർച്ചകളിലായിക്കോട്ടെ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ റീജിയണൽ ലാംഗ്വേജസിൽ ആളുകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അത് എന്തിന് കാരണമായി, ഇതിന്റെ ഒരു ഗ്രോത്തിന് കാരണമായി. സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂഷൻ ഓഫ് പോയറ്റ്സ് ആൻഡ് സെയിൻസ്, അതാണ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞത്. ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളിലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പ്രാദേശിക ഭാഷകളിലായതുകൊണ്ട് തന്നെ അതിന്റെ ഡെവലപ്മെന്റ് എന്ത് സംഭവിച്ചു, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കുന്നു. നെക്സ്റ്റ്, സ്പ്രെഡ് ഓഫ് ഡിവോഷണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഡിവോഷണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിലീജിയൻ ഓറിയന്റഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറെ കൃതികൾ ഉണ്ടായി വരികയാണ്. അപ്പൊ അത് ആളുകൾ എന്തിലേക്ക് നയിച്ചു, ഈ പറഞ്ഞ ഡിവോഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് സ്പ്രെഡിനെ സഹായിച്ചു. ഓക്കെ, റിലീജിയൻ കുറച്ചും കൂടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഓരോ ലിറ്ററേച്ചർ ഈ പറഞ്ഞ ഓരോ കൃതികൾക്കും സഹായകമായി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. മ്യൂസിക് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗീതമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാസ്തുശില്പകലയുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് മധ്യകാല ഇന്ത്യയിൽ നമ്മൾ കാണുക. ഡെവലപ്മെന്റ് ഓഫ് മ്യൂസിക് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്, മധ്യകാല ഇന്ത്യയിൽ ഈ പറഞ്ഞ മ്യൂസിക് പതുക്കെ ഉണ്ടായി. ഹിന്ദുസ്ഥാനി സംഗീതമെന്നും ഈ പറഞ്ഞ പല ഓരോ രീതികളിലെ സൂഫി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടും ഒക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വരാൻ തുടങ്ങി അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ അവർ ഈ പറഞ്ഞ അറബ് നാടുകളിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അറബ് നാടുകളിൽ അവർ സൃഷ്ടിച്ചിട്ടുള്ള പല ഈ പറഞ്ഞ നിർമ്മിതികളെയും എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതിന്റെ ഒരു സങ്കരമായിട്ടുള്ള രൂപങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ പറ്റും. ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ രസകരമായിട്ട് അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കും കേട്ടോ. നെക്സ്റ്റ്, കൾച്ചറൽ എക്സ്ചേഞ്ച് ഇൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു വെക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിലായിക്കോട്ടെ, കലയിലായിക്കോട്ടെ, ഈ പറഞ്ഞ ആർക്കിടെക്ചറിലായിക്കോട്ടെ, എല്ലാത്തിലും ഈ പറഞ്ഞിട്ടുള്ള വാസ്തുവിദ്യ കലയിലൊക്കെ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസ്കാരങ്ങളുടെ വിനിമയം നമുക്ക് വളരെയധികം കാണാൻ പറ്റും. ഓക്കെ, സംസ്കാര വിനിമയം നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ ഒരു ലേറ്റർ എൻഡിൽ നമ്മൾ ചാപ്റ്ററിനെ കാണുന്നതാണ് റിലീജിയസ് ടോളറൻസ് എന്ന് പറഞ്ഞ ഭാഗം. അതായത് മതപരമായിട്ട് നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. എല്ലാ മതങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മതങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും നമ്മൾ എന്തായിരിക്കണം എന്ന് പറയുന്നത്, നമ്മൾ സഹിഷ്ണുത, മറ്റുള്ള മതങ്ങളുടെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ മോശമാവാനോ അല്ല, എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള നീതി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞിട്ടുള്ള നെഹ്റുവിന്റെ ഒരു വാക്കാണ് ഇത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഒറ്റൊരു വികാരത്തിന് മുകളിൽ, ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു വികാരത്തിന് മുകളിലാണ് നമ്മൾ യൂണിഫൈഡ് ആയിട്ട് നിൽക്കുന്നത്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്, ഐക്യത്തോടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ കൾച്ചർ
എന്ന് പറഞ്ഞു നോക്കേണ്ട ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിന്റെ ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ്, അതായത് ഇന്ത്യൻ സംസ്കാരം എത്രത്തോളം ദൂരം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക്, ഓണം എക്സാമിന്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി മൂവ്മെന്റ്, സൂഫിസം, കബീർ, ഗുരുനാനാക്ക്, മീരാബായി, ചൈതന്യ, ഖ്വാജ മൊയിനുദ്ദീൻ ചിത്രി, അതുപോലെ തന്നെ ചിഷ്ടി, അതുപോലെ തന്നെ ഇക്വാലിറ്റി, റിലീജിയസ് ഹാർമണി എന്താണെന്നും, കോമ്പോസിറ്റ് കൾച്ചർ, റീജിയണൽ ലാംഗ്വേജസ്, കൾച്ചറൽ ഇന്റഗ്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ കാണുന്നത്. മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി മൂവ്മെന്റിനെ പറ്റിയിട്ടും സൂഫിസത്തിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ കബീർ, ഗുരുനാനാക്ക്, മീരാബായി, ചൈതന്യ, ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടി പോലുള്ള ഒരുപാട് സെയിന്റുകളെ പറ്റി, ഇവരേതാണ് ജൈനമതത്തിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഭക്തി മൂവ്മെന്റിന്റെ സെയിന്റുകൾ ഏതൊക്കെയാണ്, സൂഫി മൂവ്മെന്റിന്റെ സെയിന്റുകൾ ഏതൊക്കെയാണ്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈക്വാലിറ്റി അഥവാ സമത്വം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. റിലീജിയസ് ഹാർമണി അഥവാ ഇത്രത്തോളം വൈവിധ്യമുള്ള മതങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സ്വഭാവത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. കോമ്പോസിറ്റ് കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മൾ കണ്ടു അല്ലേ, ഈ പറഞ്ഞ ഓരോ കൾച്ചറിനും ഓരോ സ്വഭാവമുണ്ട്, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം എന്താണ് സാധാരണക്കാരുടെ ഇടയിലും ഈ പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ വേണ്ടി കാരണമായത് റീജിയണൽ ലാംഗ്വേജസ് ആണ്. കൾച്ചറൽ ഇന്റഗ്രേഷൻ, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കൾച്ചറൽ ഇന്റഗ്രേഷൻ. ഇത്രത്തോളം വലിയ ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നതാണ് കൾച്ചറൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ മക്കളെ. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. Sky 7 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാച്ച് ഉണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക 9995200700 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് വിളിച്ചു നോക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ് 7 ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാം മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ഹാപ്പി ലേണിംഗ്. നമുക്ക് ഇനിയും കാണാം ഇതുപോലുള്ള വീഡിയോസുമായിട്ട്. ഹരി സാർ ഇനിയും വരുന്നതായിരിക്കും. സോഷ്യൽ സയൻസ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് സെറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്. See you in the next video.